ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നാൽ നമ്മുടെ 28ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? ബെസ്റ്റ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പാടാം ചേച്ചി, കാരണം നിങ്ങളുടെ മനോഗതം നിങ്ങളുടെ ഭഗവാൻ അറിഞ്ഞു. പക്ഷെ എൻ്റെ മനോഗതം എൻ്റെ ഭഗവാൻ എന്നോ അറിയാനാണാവോ? അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ സീറ്റിലേക്ക് ചാരി. വാട്ട്? ശിവദേഷ്യത്തോട് ചോദിച്ച് കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഒന്നുമില്ല സാർ, വേറെന്താ ആലോചിച്ച് പറഞ്ഞതാ. എന്നോടൊപ്പം വരുമ്പോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഉറക്കെ പറയാ, അല്ലെങ്കിൽ വായോടെ ചൊരുപാത്ത് മിണ്ടാതിരിക്കണം. ശിവ താക്കിയതോടെ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു. ഓ പിന്നെ ഉറക്കെ പറഞ്ഞിട്ട് വേണം എന്നെ ഈ കാറിൽ നിന്ന് ഇറക്കി വിടാൻ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുതെന്ന് അവളുടെ മനസ്സ് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. സീറ്റിലേക്ക് തല ചായച്ചു വെച്ച് ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കായിരുന്നു പാർവണ. തന്നെ ആരോ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശിവ തല ചിരിച്ച് പാർവണയെ നോക്കിയിടും പാർവണ വേഗം കണ്ണടച്ചുറങ്ങുന്ന പോലെ കിടന്നു. ഇവൾക്കെന്താ ഉറക്കത്തിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? ഏത് സമയം ഉറക്കം തന്നെ ഉറക്കം, അവൻ മനസ്സിൽ കരുതിക്കൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി. പാർവണ ഓളി കണ്ണിട്ട് നോക്കിയപ്പോൾ അവൻ ഡ്രൈവിങ് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. വീണ്ടും അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. വീടെത്തിയതും പാർവണ അറിയാത്ത പോലെ കണ്ണടച്ചു കിടന്നു. ഡി ഡി ശിവ അവളെ വിളിച്ചു. വിളിച്ചതിന് ശേഷമാണ് ശിവയ്ക്ക് താൻ എന്താണ് വിളിച്ചതെന്ന് ബോധം വന്നത്. ശിവ, നീ മറ്റുള്ളവരെയൊക്കെ താൻ, തൻ്റെ എന്നൊക്കെ പറയുമ്പോൾ പാർവണെ നീ, അവൾ, നിന്റെ എന്നൊക്കെയാണല്ലോ പറയണേ. നീ എന്തോ അവളോട് കുറച്ച് സ്പെഷ്യലായിട്ടാണ് പെരുമാറണേ. ദേവ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പാർവണ, പാർവണ, ശിവ അവളെ തട്ടി വിളിച്ചു. പാർവണ അപാര എക്സ്പ്രഷൻ, ഉറക്കം എഴുന്നേൽക്കണ പോലെ എണീറ്റു. വീടെത്തി, ഇറങ്ങ, അത് പറഞ്ഞു പാർവണ ശിവയെന്ന് നോക്കി പുഞ്ചിരിച്ചു. താങ്ക് യു, അത് പറഞ്ഞ് അവൾ കാറിൽ നിന്നിറങ്ങി. ശിവയും തിരിച്ച് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം കാറുമായി അവൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്നുപോയി. അവൻ പോകുന്നു നോക്കി നിന്നു. പാർവണ അവളുടെ വീട്ടിലേക്ക് നടന്നു. നീ എന്താടി ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കണേ? മുഖത്തൊരു ചിരിയുമായി അകത്തേക്ക് കയറി വന്ന പാർവണ നോക്കി രേവതി ചോദിച്ചു. ഞാനോ? ഞാൻ ചിരിച്ചില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ മുഖത്തെ ചിരി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടല്ലോ ചിരിച്ചിട്ട് വരണേ. ഞാൻ കണ്ണുപൊട്ടിയൊന്നല്ല, നീ തിരിച്ചിട്ട് തന്നെ വന്നേ. രേവതി അവളുടെ കയ്യിലെ ബാഗ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് ഞാൻ ഇന്നലെ കണ്ട സിനിമയിൽ ഒരു കോമഡി ആലോചിച്ച് ചിരിച്ചതാ. അതെന്തായാലും നന്നായി. ഇന്നലെ കണ്ട സിനിമയിലെ കോമഡി ഇന്ന് ആലോചിച്ച് ചിരിച്ചിരിക്കുക. നിനക്കെന്താ പൊട്ടായി തുമ്പി? രേവതി അവളുടെ തലക്കിട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ സാധാരണ ഉള്ളിലേക്ക് ഉപ്പേരി പോലെ തിരിച്ചു പറയുന്ന പാർവണ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ പാർവണ ഒരു ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞു. ശിവ, ഞാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു. ഞാൻ നിങ്ങളെ കണ്ടേ പോകൂ. ഞങ്ങൾക്ക് സത്യം മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാമല്ലോ, അവൾ കണ്ണു അടച്ചു കിടന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഡി, നീ എന്താ ഡ്രസ്സ് പോലും മാറാതെ നേരെ വെടി കിടക്കണേ? കുളിക്കേ. രേവതി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് കയറ്റി വിട്ടു. കുളിയെല്ലാം കഴിഞ്ഞു വരുന്നവരെ പാർവണ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം രേവതിയോട് തിരക്കി. തിരിച്ച് രേവതിയും കോളേജിലെ കാര്യങ്ങളെല്ലാം അവളോടും തിരക്കി. അന്നത്തെ ദിവസം സാധാരണ പോലെ തന്നെ കടന്നുപോയി. പകല് കുറെ നേരം കിടന്നുറങ്ങിയതിനാൽ പാർവണയ്ക്ക് രാത്രി തീരെ ഉറക്കം വന്നില്ല. തിരിഞ്ഞും ഇറഞ്ഞും കിടന്നിട്ടും ഉറക്കം ഒന്നും വരാത്തതിനാൽ അവൾ എഴുന്നേറ്റിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവയുടെ മുഖം മാത്രം. ഡി ഡി പാർവണ രേവതിയെ തട്ടുപൊളിച്ചു. എന്താടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉറക്കപ്പിച്ച് രേവതി അവളോട് ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല, കുറെ നേരമായി ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കണു. പാർവണ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ ഉറക്കം വരാനാ? പകല് മുഴുവൻ കിടന്നുറങ്ങിയ പിന്നെ നിനക്ക് എങ്ങനെ ഉറക്കം വരുമോ?
നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നീ അവിടെ ഇരുന്നോ, എനിക്ക് ഉറങ്ങണം. അത് പറഞ്ഞ് രേവതി തലവാഴി പുഴപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു കടന്നു. പാർവണിയാണെങ്കിൽ ഉറക്കം വരാതെ ബെഡിൽ നിന്നും ഇറങ്ങി ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. കുറച്ചു നേരം TV കാണാമെന്ന് പറഞ്ഞ് അവൾ നേരെ TV ഓൺ ചെയ്തു മ്യൂസിക് ചാനൽ വെച്ചു. ആഹാ, അടിപൊളി പാട്ട്. അവൾ ഒരു കാല് സെറ്റിയുടെ മുകളിൽ കയറ്റി വെച്ചിരുന്നതും കറണ്ട് പോയത് ഒരുമിച്ചാണ്. ഫസ്റ്റ് നല്ലൊരു പാട്ടായിരുന്നു, നശിച്ച കറണ്ട്, അത് കാണാനും സമ്മതിക്കില്ല. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മെഴുകുതിരി എടുക്കാനായി ടേബിളിന്റെ അരികിലേക്ക് നടന്നു. എത്രയൊക്കെ തിരഞ്ഞിട്ടും മെഴുകുതിരി കാണാനില്ല. അപ്പം അതാ ബെഡ്റൂമിൽ നിന്നും കയ്യിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് രേവതി വരുന്നു. ഈ നശിച്ച കറണ്ട് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല, ചൂടെടുത്തിട്ടുണ്ട്. അങ്ങനെ രേവതി കൂറുപുറത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ബാൽക്കണി പോലെ ഒരു ചെറിയ ഇടനാഴി ഫ്രണ്ടിലായി ഉണ്ട്. അവൾ ആ മെഴുകുതിരി തിണ്ണയിൽ കത്തിച്ചു വെച്ചു സൈഡിലായി ഇരുന്നു. അപ്പോഴേക്കും പാർവണി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. സത്യം പറ, ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് നീ ഇപ്പൊ രാഗിയില്ലേ? അതായിരിക്കും കറണ്ട് പോയേ. രേവതി അവളെ നോക്കി പറഞ്ഞു. പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് ഇല്ലേ ഇല്ല, കോളേജിൽ വെച്ച് നിന്നൊക്കെ മാർക്ക് 5 വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നീ അവളെ എത്ര പ്രാഗി. എന്നിട്ട് തൊട്ടടുത്ത പരീക്ഷയിൽ അവൾ 8 നിലയിൽ പൊട്ടി. നിന്റെ നാക്ക് കരുന്നാക്കാണ്. അതങ്ങനെ. നീ പോടി വെള്ളപ്പാറ്റേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പാർവണ തിരിച്ചവള് പറഞ്ഞു. ഡി, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ആ പേര് വിളിക്കരുതെന്നിട്ടാ. ഞാൻ ഇനിയും വിളിക്കും, വെള്ളപ്പാറ്റ വെള്ളപ്പാറ്റ വെള്ളപ്പാറ്റ. അവൾ വീണ്ടും വീണ്ടും വിളിച്ചു. ഡി പതുക്കെ, ആരെങ്കിലും കേക്കും. പാർവണ വായ പൊത്തിപ്പൊടിച്ചുകൊണ്ട് രേവതി പറഞ്ഞു. ഓഹോ, അത്രയ്ക്കായോ? അതേ നാട്ടുകാരെ, വീട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ദേ ഇതേല്ലേ അവളെ കോളേജിൽ എല്ലാവരും വെള്ളപ്പാറ്റ എന്നാ കളിയാക്കാട്ടാ. പാർവണ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ മനുഷ്യന് വേണം കെടുത്തി അടങ്ങുള്ളോ. അത് പറഞ്ഞ് ദേവു ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിറകെ ചിരിച്ചുകൊണ്ട് പാർവണയും. ഈ പെണ്ണിന്റെ നാവിനൊരു ലൈസൻസും ഇല്ല. ബാൽക്കണിയിൽ നിന്ന് ഇതെല്ലാം കേട്ട ശിവ പുറത്തു. എന്താ ശിവ ഒറ്റയ്ക്ക് സംസാരിക്കണേ? ദേവ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ ആ പാർവണയുടെ കാര്യം പറയായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് അവളുടെ വിളിച്ചൂവിയുള്ള ഒരു സംസാരം, ഇതൊന്നും ആരും കേക്കില്ല എന്ന് അവളുടെ വിചാരം. ശിവ അവളുടെ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ നിന്റെ വിചാരം? ദേവ ബാൽക്കണിയിലെ ഊഞ്ഞാലിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ശിവ ഒന്നും മനസ്സിലാവാതെ ദേവയെ തുറച്ചു നോക്കി. നീ എന്നു മുതൽ ഓഫീസ് സ്റ്റാഫിന് ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ള ടൈമൊക്കെ കൊടുക്കാൻ തുടങ്ങിയേ? ദേവ ഊഞ്ഞാലാടിക്കൊണ്ട് ചോദിച്ചു. ഉറങ്ങാൻ ടൈം കൊടുക്കേ, നീ എന്തൊക്കെയാ ദേവ പറയണേ? ശിവ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇന്ന് നീ പാർവണി വർക്ക് ടൈമിൽ ഉറങ്ങാൻ സമ്മതിച്ചല്ല ഞാൻ അറിഞ്ഞു. അത് പറയുമ്പോൾ ശിവയുടെ മുഖത്തെ ഭാവമാറ്റവും ദേവ ശ്രദ്ധിച്ചിരുന്നു. എടാ, അത് ഞാൻ ടൈം കൊടുത്തൊന്നല്ല, ഇന്ന് അവൾക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ ഉറങ്ങാൻ വിട്ടത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവൾ ഓഫീസിലേക്ക് പറഞ്ഞു വിടായിരുന്നില്ലേ? ദേവ വീണ്ടും ചോദിച്ചു. അതിന് മറുപടി എന്തു പറയണമെന്ന് അറിയാതെ ശിവ ഒരു നിമിഷം നിന്നു. അവൾ ഓഫീസിലേക്ക് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കുക? അല്ലെങ്കിൽ അതൊരു കിളി പോയ പെണ്ണാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് അതിനെന്തെങ്കിലും പറ്റിയ ഞാൻ തന്നെ സമാധാനം പറയേണ്ടി വരും. ശിവ ദേവയെ നോക്കി പറഞ്ഞുകൊണ്ട് ബാൽക്കണിയുടെ തൂണിലേക്ക് ചാരി നിന്നു. ശരി, ഞാൻ വിശ്വസിച്ചു. ഇവിടെ സത്യടാ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഏതോ ഒരു പെണ്ണെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ പണിക്ക് നടക്കായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ പേര് വരെന്നാ അങ്ങനെ വിറഞ്ഞു കയറിയതാ. പക്ഷെ ഞാൻ സ്വയം നിയന്ത്രിച്ചു. ശിവമുഷ്ടി ബാൽക്കണിയിലെ റീലിൽ കൈ ശക്തിയായി ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, തുടങ്ങി അവൻ്റെ കലിപ്പ്. നീ എന്തിനെങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടണ ശിവ? കുറച്ചൊക്കെ സ്വയം കൺട്രോൾ ചെയ്യേ. ഇതൊക്കെ വിട്ടേക്ക്. ഇന്നത്തെ കോളേജിൽ സെമിനാർ കഴിഞ്ഞില്ലേ? ദേവ സംശയത്തോടെ ചോദിച്ചു. ആ വർക്ക് അങ്ങനെ കഴിഞ്ഞു, ശിവ ആശ്വാസത്തോടെ പറഞ്ഞു. അതെന്തായാലും നന്നായി.
നീ ഇപ്പോ 2 ദിവസം ഓഫീസിലില്ലാത്ത കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ശിവ ഒന്ന് മൂണോ മാത്രം ചെയ്തു. പിറ്റേ ദിവസം പാർവണ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഫോണിലേക്ക് കണ്ണൻ വിളിച്ചത്. പക്ഷേ ഓഫീസിലെത്താൻ ലേറ്റ് ആവുന്നതിനാൽ അവൾ കോൾ കട്ട് ചെയ്തു. ഓഫീസിൽ എത്തിക്കഴിഞ്ഞു വിളിക്കാമെന്ന് കരുതിയെങ്കിലും പിന്നീട് തിരക്കിനിടയിൽ അത് മറന്നു. ബ്രേക്ക് ടൈം ആയതും പാർവണയും രേവതിയും ക്യാൻറ്റീനിലേക്ക് നടന്നു. അപ്പോഴാണ് തങ്ങളുടെ നേരെ നടന്നു വരുന്ന കണ്ണനെ അവർ കണ്ടത്. പാർവണ അവനെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും കണ്ണൻ അത് മൈൻഡ് ചെയ്യാതെ കയ്യിലുള്ള കുറച്ച് ഫയലുമായി ശിവയുടെ ക്യാബിനിലേക്ക് നടന്നുപോയി. നിന്റെ കണ്ണൻ ഇതെന്താ പറ്റിയത് തുമ്പി? അവൻ മൈൻഡില്ലാതെയാണല്ലോ പോണേ, രേവതി ചോദിച്ചു. എനിക്കറിയില്ല എന്താ പറ്റിയെന്തോ, എന്തായാലും അവൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കാം. അത് പറഞ്ഞ് പാർവണ ശിവയുടെ ക്യാബിൻ്റെ മുന്നിൽ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞതും കണ്ണൻ അകത്തു നിന്ന് ഇറങ്ങി വന്നു. എങ്കിലും അവളെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും പാർവണ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താ കണ്ണ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിന്നിട്ട് നീ എന്തും മൈൻഡ് ചെയ്യാതെ പോന്നേ? പാർവണ അവനെ നോക്കി ചോദിച്ചു. അതിനൊക്കെ നമ്മളാരാ, നിനക്കിപ്പം നമ്മളെയൊന്നും മൈൻഡ് ഇല്ലല്ലോ, വിളിച്ചാ കോളും എടുക്കാൻ വയ്യ. കണ്ണൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയല്ല കണ്ണ, ഞാൻ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങണ തിരക്കിലാണ് നീ വിളിച്ചേ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തേ. ഇവിടെ എത്തിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു, പക്ഷെ തിരക്കിനിടയിൽ മറന്നു. അതെ, നീ മറക്കും, നമ്മളെയൊക്കെ ആരും ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? കണ്ണൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. കണ്ണ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല തിരക്കിനിട് മറന്നാന്ന്. നീ വന്നേ, ഞാൻ ചോദിക്കട്ടെ. അത് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പാർവണ ക്യാൻറ്റീനിലേക്ക് നടന്നു. ഒപ്പം ചിരിയോടെ രേവതിയും. നീ ഇവിടെ ഇരിക്കി, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? പാർവണ അവനോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, എനിക്ക് പോവണം. കണ്ണൻ ചേറി നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നീ അങ്ങനെ ഇപ്പൊ എവിടേക്കും പോണില്ല, കാര്യം എന്താന്ന് വെച്ചാ പറയ്, നിനക്കെന്താ പറ്റിയേ? പാർവണ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ നിന്റെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ, നീ എന്താ കോൾ എടുക്കാത്തെ? എന്താ നിനക്ക് അത്രയും വലിയ തിരക്ക്? കണ്ണൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ലടാ, പിന്നെ ഞാൻ എന്തിനാ കോൾ എടുക്കണേ? ഇന്നലെ വൈകുന്നേരം ഒരു വാക്ക് പോലും പറയാൻ നീ പോയില്ലേ? പാർവണ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനോ? ഞാൻ നിന്നെ ഉണർത്താൻ വന്നതാ, അപ്പം നിന്റെ ശിവസാറാണ് പറഞ്ഞ് നിന്നെ ഉണർത്തണ്ട. അത് കേട്ടപ്പോ പിന്നെ ഞാൻ. കണ്ണൻ പകുതി പറഞ്ഞു നിർത്തി. ശിവയുടെ പേര് കേട്ടതും പാർവണയുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. സോറിടാ, ഞാൻ അറിഞ്ഞില്ല, നീ അത് വിട്ടേക്ക്. രാവിലെ എന്തിനാ വിളിച്ചേ? പാർവണ അവനോട് ചോദിച്ചു. നാളെ സൺഡേ അല്ലേ, അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുക. കഴിഞ്ഞ ആഴ്ച തന്നെ വീട്ടിൽ പോയിട്ടില്ല, പിന്നെ എൻ്റെ സപ്ലൈ എക്സാമിന് വേണ്ടി ബുക്സും മറ്റും വീട്ടിൽ നിന്ന് എടുക്കണേ. പാർവണ പറഞ്ഞു നിർത്തി. അപ്പം നിങ്ങളിന്ന് നാട്ടിൽ പോവാണോ? എനിക്ക് എന്തായാലും പാലക്കാട് വരെ ഒന്ന് പോകണുണ്ടായിരുന്നു, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലാക്കാം. എന്നാൽ നമുക്ക് കണ്ണൻ്റെ ഒപ്പം പോയാലോ ദേവു? പാർവണ രേവതിയോട് നോക്കി ചോദിച്ചു. അതൊക്കെ കണ്ണന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് ഓഫീസ് വിട്ട് നിങ്ങൾ എന്നെ ഇറങ്ങാൻ നേരം വിളിച്ചാൽ മതി, ഞാൻ കാറ് കൊണ്ടുവരാം, കണ്ണൻ പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, നീ അവിടേക്ക് വന്നാൽ മതി, പാർവണ പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ പോവാ, വൈകുന്നേരം കാണാം. കണ്ണൻ വേഗം തന്നെ യാത്ര പറഞ്ഞ് ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് പോയി. തുമ്പി, ഞാനൊരു കാര്യം ചോദിച്ചു, നീ സത്യം പറയോ? എന്താടി? ഈ കണ്ണന് നിന്നോട് എന്തോ ഒരു ഇതില്ലേ? എന്തൊരു, ഐ മീൻ ലവ്, പ്രേമം, കാതൽ, ഇഷ്ക്, മുഹബത്ത്, അങ്ങനെ? ഒന്ന് പോടി, അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അതിൽ കൂടുതലൊന്നുമില്ല. നിനക്കങ്ങനെ ആയിരിക്കാം, പക്ഷെ കണ്ണൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കണ്ണുകളിൽ എവിടെയോ ഒരു പ്രണയക്കടൽ അലയടിക്കുന്ന പോലെ, രേവതി ചിരിയോടെ പറഞ്ഞു. പിന്നെ പ്രണയക്കടൽ പോലും, അവനെ ഏതൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, അവളെ സെറ്റാക്കാനായിട്ട് അവൻ എന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, പാർവണ അവളെ നോക്കി പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അത് പറഞ്ഞ് രേവതി വേഗം
അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവർ തങ്ങളുടേതായ വർക്കുകളിലേക്ക് തിരിഞ്ഞു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് അവർ ഇരുവരും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. വീട്ടിലെത്തിയതും ബാഗിലെല്ലാം പാക്ക് ചെയ്ത് ഗേറ്റിന് അരികിലേക്ക് വന്നു കണ്ണനെ വിളിച്ചു. ഗേറ്റിന് മുൻപിൽ കണ്ണനെ കാത്തു നിൽക്കുമ്പോഴാണ് ദേവയും ശിവയും അവരുടെ കാറിൽ അവരുടെ മുന്നിൽ വന്ന് നിന്നത്. നിങ്ങളെങ്ങോട്ടായി പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട്? അവരിരുവരെയും തോളിലുള്ള വലിയ ബാഗ് കണ്ട് ദേവ ചോദിച്ചു. ഞങ്ങൾ നാട്ടിലേക്ക് പോവാ, ഇനി തിങ്കളാഴ്ച രാവിലെ വരുള്ളൂ. രേവതിയാണത് പറഞ്ഞത്. നാട്ടിലേക്ക് പോവാണോ? അതിനെന്തിനും ഇവിടെ നിൽക്കണേ? വണ്ടി വല്ലതും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ണൻ വരും. അവൻ എന്താവശ്യത്തിന് നാട്ടിലേക്ക് വരുന്നുണ്ടേ. അപ്പോൾ അവൻ ഞങ്ങൾ അവിടെ ഇറക്കാന്ന് പറഞ്ഞു. രേവതി ദേവിയോട് സംസാരിക്കുന്ന സമയം പാർവണിയുടെ കണ്ണുകൾ ശിവയിലായിരുന്നു. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ വേറെ എങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കണ്ണൻ്റെ കാർ അവിടേക്ക് വന്നിരുന്നു. എന്നാൽ ഞങ്ങൾ പോവാട്ടാ, രേവതി ദേവിയെ നോക്കി പറഞ്ഞുകൊണ്ട് പാർവണിയുടെ കൈയും പിടിച്ച് കണ്ണൻ്റെ കാറിൻ്റെ അരികിലേക്ക് നടന്നു. പാർവണ അപ്പോഴും ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പാർവണ കാറിൽ കയറി ഡോറടച്ചു. ശിവയുടെ കണ്ണുകൾ അവളെ തേടിയെത്തിയിരുന്ന ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. പാർവണ ശിവയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതും ശിവ വേഗം മുഖം തിരിച്ചു. അതെന്തോ പാർവണയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇയാളെന്തെങ്ങനെ അവൾ മനസ്സിൽ കരുതി. പോവില്ലേ? കണ്ണൻ അവരെ ഇരുവരെയും നോക്കി ചോദിച്ചു. പാർവണ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന കണ്ട് രേവതി പോകാമെന്ന രീതിയിൽ തലയാട്ടി. അതേസമയം പാർവണ ശിവയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ശിവ എന്നെ ഒരു തവണയെങ്കിലും നോക്കി, ഉറപ്പായിട്ട് ശിവ എൻ്റേതാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. പ്ലീസ് 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 മഹാദേവ, ഒരു വട്ടം, ഒരേ ഒരു വട്ടം നോക്കണേ, അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ടെടുത്തതും ശിവ അവളെ നോക്കിയത് ഒരുമിച്ചായിരുന്നു. അവൻ അവളെ നോക്കിയെന്ന് മാത്രമല്ല ഒന്ന് പുഞ്ചിരിക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് അവളുടെ മനസ്സും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തിരിച്ച് ഒരു പുഞ്ചിരി കൊടുത്തതിനും മുമ്പ് കണ്ണൻ്റെ കാർ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവരെ തമ്മിൽ ഒന്നിച്ചാലോ? ശിവയും പാർവണയും നമുക്ക് നോക്കാമല്ലേ? അതോ ഇനി ശിവയുടെ വെറും ഒരു അഭിനയം മാത്രമാണ് ഇത്? നമുക്ക് എന്തായാലും അടുത്ത പാർട്ടിലൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. കമൻ്റ് ഇടാൻ മറക്കരുത്.